സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടതുപോലുള്ള പരാജയങ്ങൾ ത്രിപുരയിലും ആവർത്തിക്കുന്നത് നാണക്കേടുണ്ടാക്കുമെന്ന് ബി.ജെ.പിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ച് വിജയം നേടുന്നതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയത്. ജനേകം എഡിറ്റോറിയലിലൂടെ ത്രിപുര എന്ന കൊച്ചു സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നവംബർ 25-ന് നടന്നു. വോട്ടെണ്ണൽ 28 ഞായറാഴ്ചയാണ് നടക്കുക. സമാധാനപരമായി നടക്കേണ്ടിയിരുന്ന ജനാധിപത്യ പ്രക്രിയ അധികാര ദുർവിനിയോഗത്തിന്റെയും ഗുണ്ടായുസത്തിന്റെയും ഫലമായി അട്ടിമറിക്കപ്പെട്ടതിന്റെ പേരിലാണ് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് രാജ്യശ്രദ്ധ ആകർഷിച്ചതും ദേശീയ മാധ്യമങ്ങളിൽ വൻ വാർത്തകളായിരുന്നു. തെരഞ്ഞെടുപ്പ് സമാധാനപരമായാണ് നടന്നതെന്നും എവിടെയും വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ച് പോലും പരാതി ഉണ്ടായില്ലെന്നുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. 81.54% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ രാവിലെ 7 മണിക്ക് വോട്ട് ആരംഭിച്ച് അധിക നേരമാകുന്നതിന് മുമ്പ് തന്നെ വ്യാപക ക്രമക്കേടുകളും അക്രമങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് ബി.ജെ.പി ഇതര കക്ഷികളെല്ലാം ആരോപിച്ചത്. ബൂത്തിനകത്ത് യഥാർത്ഥ വോട്ടർ നിൽക്കുമ്പോൾ പുറത്തുനിന്നെത്തിയ പ്രവർത്തകൻ യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടു. വോട്ടെടുപ്പ് കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ട വോട്ടെടുപ്പ് ഏജന്റുമാരെയും സ്ഥാനാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചുവെന്ന വിവരങ്ങളും പുറത്തുവരികയുണ്ടായി. ഒക്ടോബർ 22 വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്ത് സംഘപരിവാർ ശക്തികൾ ബി.ജെ.പി സർക്കാരിന്റെ ഒത്താശയോടെ നടത്തിയിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അവരുടെ വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും നേരെ വ്യാപക അക്രമങ്ങൾ ഉണ്ടായി. ബംഗ്ലാദേശിലുണ്ടായ സംഘർഷങ്ങളിൽ പ്രതിഷേധിക്കാൻ എന്ന പേരിൽ നടത്തിയ പ്രകടനങ്ങളെല്ലാം അക്രമാസക്തമായി. പോലീസ് ആകട്ടെ നോക്കി നിൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാകട്ടെ അട്ടിമറി ശ്രമങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തി തടഞ്ഞു. വധിക്കുമെന്നും UAPA ചുമത്തി ജയിലിലിടുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് പിന്തിരിപ്പിക്കുന്നതിന് ശ്രമങ്ങൾ ഉണ്ടായത്. വെല്ലുവിളികളെ വകവയ്ക്കാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരെ പിന്നീട് ഭീഷണിപ്പെടുത്തിയും വ്യാജ കാരണങ്ങൾ ഉന്നയിച്ച് പത്രിക തള്ളിയും വോട്ടെടുപ്പിന് മുമ്പ് തന്നെ 3-1 സ്ഥാനങ്ങളിൽ ബി.ജെ.പി ജയിച്ചതായി പ്രഖ്യാപിച്ചു. ആകെയുള്ള 334-ൽ 112 സീറ്റുകളിലാണ് ഇത്തരത്തിൽ ബി.ജെ.പി എതിരില്ലാതെ ജയിച്ചതായി പ്രഖ്യാപിച്ചത്. അവശേഷിച്ച 222 സീറ്റുകളിലേക്കാണ് നവംബർ 25-ന് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും വ്യാപക എതിർപ്പുകളാണ് ബി.ജെ.പി ഒഴികെയുള്ള പാർട്ടികൾക്ക് നേരിടേണ്ടി വന്നത്. ഇടത് പാർട്ടികളും TMC ഉൾപ്പെടെയുള്ള കക്ഷികളും അക്രമത്തിനെതിരെ രംഗത്ത് വന്നുവെങ്കിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്ന് നിഷ്പക്ഷവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. അതേ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. അതിന്റെ ഫലമായി കേന്ദ്ര സേനയെ നിയോഗിക്കണമെന്ന നിർദ്ദേശമുണ്ടായെങ്കിലും ആവശ്യമായ സേനയെ സംസ്ഥാനത്തേക്ക് അയക്കുന്നതിന് കേന്ദ്രവും സന്നദ്ധമായില്ല. ഈ പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ വ്യാപക ക്രമക്കേടുകൾ നടന്നുവെന്ന് ഇടതുപക്ഷവും TMC, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും വ്യക്തമാക്കി. അതിന് ഉപോദ്ബലകമായ വിവിധ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടതുപോലുള്ള പരാജയങ്ങൾ ത്രിപുരയിലും ആവർത്തിക്കുന്നത് നാണക്കേടുണ്ടാക്കുമെന്ന് ബി.ജെ.പിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ത്രിപുരയിൽ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ച് വിജയം നേടുന്നതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയത്. മെയ് മാസത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാണ് നേരിട്ടത്. 3050 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ സമാജ്വാദി പാർട്ടി 760, ബി.ജെ.പി 719, BSP 381, കോൺഗ്രസ് 76, മറ്റുള്ളവർ 1114 സീറ്റുകൾ വീതം നേടിയെന്നാണ് മെയ് ആദ്യവാരം വോട്ടെണ്ണൽ പൂർത്തിയായ ഘട്ടത്തിൽ പുറത്തുവന്ന കണക്കുകൾ. എന്നാൽ കോവിഡ് 2ാം തരംഗത്തെ തുടർന്ന് മാറ്റിവെച്ച ത്രിതല അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുകൾ ജൂലൈ മാസത്തിൽ നടന്നപ്പോൾ ബി.ജെ.പി ജയിക്കുന്ന വിചിത്രമായ കാഴ്ചയും നാം കണ്ടതാണ്. ഇവിടെയും പല സ്ഥാനങ്ങളിലും എതിരാളികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ അനുവദിക്കാത്ത സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് തദ്ദേശ പ്രതിനിധികളുടെ എണ്ണത്തിൽ കുറവുള്ള ബി.ജെ.പി അധ്യക്ഷ സ്ഥാനങ്ങൾ സ്വന്തമാക്കിയത്. ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന അതേ സമീപനങ്ങൾ ആവർത്തിക്കുകയാണ് ത്രിപുരയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി ചെയ്യുന്നത്. അധികാരത്തിന്റെ തണലിലും അഹങ്കാരത്തിലും ഒരിക്കൽ കൂടി ജനാധിപത്യം തോൽപ്പിക്കപ്പെടുന്ന കാഴ്ചയാണ് ത്രിപുരയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.